ശിവനെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാ വരാൻ പറഞ്ഞത്. ഡോക്ടർക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. ഡോക്ടർ എന്റെ മോനെ ആരോഗ്യവാനായിട്ട് തിരിച്ചു തന്നാൽ മാത്രം മതി. അതിനൊന്ന് രണ്ട് കാര്യങ്ങൾ വിശദമായി പറയേണ്ടതുണ്ട്. അത് കേൾക്കാൻ മാനസികമായി മഹേന്ദ്രനൊന്ന് തയ്യാറെടുക്കുകയും വേണം. എന്താ ഡോക്ടറെ, എന്റെ മോൻ എന്താ സംഭവിച്ചിരിക്കുന്നേ? മഹേന്ദ്രൻ ഞാൻ എന്തിനാ ചികിത്സിക്കുന്നത്? അതേ അസുഖത്തിന് തന്നെയാ ഞാനിപ്പോ ശിവനെയും ചികിത്സിക്കുന്നത്. ഡോക്ടർ? അതെ, ഹാർട്ട് പ്രോബ്ലം. മഹേന്ദ്രന്റെ അതേ അസുഖം തന്നെയാ ശിവനും വന്നിരിക്കുന്നത്. ഒരു വ്യത്യാസം മാത്രം, മഹേന്ദ്രന് മരുന്നുകൾ കൊണ്ട് ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷേ ശിവന്റെ കാര്യത്തിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയില്യൂർ. ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ തീരെ കഴിയാത്ത അവസ്ഥ. മരുന്നുകളോട് ശരീരം പ്രതികരിക്കാതിരിക്കുക, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിന് ഇനി എന്താ ഡോക്ടർ ചെയ്യേണ്ടേ? ചെയ്യാനുള്ളത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. അത് എത്രയും പെട്ടെന്ന് നടക്കണം. സാധാരണ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച വ്യക്തിയിൽ നിന്ന് ഹാർട്ട് സ്വീകരിക്കുന്നത്. നേരായ വഴികളിലൂടെ കിട്ടാൻ നോക്കിയിരുന്ന അത്ര പെട്ടെന്ന് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വളഞ്ഞ വഴികളും നമ്മുടെ സ്വാധീനവും എല്ലാം നമ്മൾ ഉപയോഗിക്കണം. എന്നാലേ ശിവനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. എനിക്ക് എന്റെ മോനെ വേണം ഡോക്ടറെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യേണ്ടത് അവനാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവനെ ഒരു തരത്തിലുള്ള മരണത്തിനും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ മുടക്കാം. എനിക്ക് എന്റെ മകനെ മാത്രം കിട്ടിയാൽ മതി. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. മഹേന്ദ്രൻ ഇരിക്കൂ. ഡോക്ടറെ, മഹേന്ദ്രൻ ഇരിക്കൂ. ഡോക്ടറെ, എനിക്ക് എന്റെ മോനെ. അതിനുള്ള പോംവഴിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരല്പം രാഷ്ട്രീയ ശൈവമുള്ളത് നല്ലതാണ്. ഭരിക്കുന്ന പാർട്ടിയിൽ സഹായിക്കാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം അവർ ഭംഗിയാക്കി തരും. ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഗൗരീശൻ എന്റെ സുഹൃത്താ. എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. എന്നാ പിന്നെ കാര്യങ്ങൾ നീക്കിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും നോക്കിക്കോളാം. ഹാർട്ട് എപ്പോ കിട്ടുന്നുവോ അപ്പൊ തന്നെ ഓപ്പറേഷൻ നടത്താനുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ നീക്കുക. എന്നാ പിന്നെ സമയം കളയുന്നില്ല ഡോക്ടറെ. ഞാൻ ഇപ്പൊ തന്നെ ഗൗരീശനുമായിട്ട് ബന്ധപ്പെടാം. ശരി ഡോക്ടറെ. പിന്നെ അവൻ ഈ CID പണിയും കൊണ്ട് മേലാ വരില്ല. എന്റെ മകനൊരു ആപത്ത് വന്നപ്പോ അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ കണ്ടെത്തി തന്ന ഹാർട്ട് അവന്റെ ഉള്ളിൽ ഇപ്പൊ ഇരിക്കുന്നത്. അതിപ്പോ അവന് വേണ്ടിയിട്ട് മാത്രമാണ് തുടിക്കുന്നത്. അതിനി ഒരു അവകാശം വരാനൊന്നും ഈ മഹേന്ദ്രൻ സമ്മതിക്കില്ല. പക്ഷെ അത് ആരുടെ ഹൃദയമാണെന്ന് അറിയാനുള്ള അവകാശം മഹേന്ദ്രനുണ്ട്. പറയാനുള്ള അവകാശം എനിക്കും ഇല്ല. അതറിയാനുള്ള അവകാശം എനിക്കില്ല. എനിക്കറിയണ്ട. അത് ആരുടെ ഹാർട്ടാണെന്ന് ഞാൻ അന്നും ചോദിച്ചിട്ടില്ല, ഇന്നും ചോദിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുകയില്ല. എന്റെ മകന് ഹാർട്ട് കൊടുത്ത ആ പുണ്യാത്മാവ് അത് ആരാണെങ്കിലും മോക്ഷപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്റെ പ്രാർത്ഥനയിൽ എന്നും അതുണ്ടാവും. ഓക്കെ, മഹേന്ദ്രന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും അറിയണമെന്ന് തോന്നുകയാണെങ്കിൽ മഹേന്ദ്രൻ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം, വന്ന് കാണുകയും ചെയ്യാം. ഇല്ല ഡോക്ടറെ, അങ്ങനെ ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല ഒരിക്കലും. മാഡം, ഇതെല്ലാം എമർജൻസി ഫയലുകളാ. അപ്പൊ ഇന്ന് വേറെ പ്രോഗ്രാമുകളൊന്നും ചാർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇത്രയും ഫയലുകളും ഞാൻ നോക്കി ഒപ്പിട്ട് വരുമ്പോഴേക്കും ഇന്നത്തെ ദിവസം തീരുമല്ലോ. പലതും ഇന്ന് തന്നെ മിനിസ്റ്റർ ഓഫീസിൽ എത്തേണ്ടതാ. പിന്നെ മാഡം, 3 മണിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ശരി. ഹലോ മാഡം, ഒരു വിസിറ്റർ ഉണ്ട്. വരാൻ പറയൂ. അല്ല, അത് പിന്നെ അയാള് വരാൻ പറയൂ. ഹലോ മാഡം, ഹലോ.
എന്നിട്ട് സംസാരിക്കാം. എന്താ കാര്യം? എന്റെ പെങ്ങൾ ചന്ദ്ര ഇഷ്ടപ്പെടുന്നത് മേഡം അനിയനെ പോലെ കാണുന്ന പ്രകാശനെ. ചേച്ചി, ഒരു അർജന്റ് കാര്യമായിരുന്നു. അത് പിന്നെ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്ര. ചേച്ചി, ചന്ദ്രയ്ക്ക് ഇപ്പോൾ അവളുടെ വീട്ടുകാർ വേറെ വിവാഹം ആലോചിക്കുക. പക്ഷെ ചന്ദ്ര എന്നെ മാത്രമേ കെട്ടുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഞാൻ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവള് സൂയിസൈഡ് ചെയ്തെന്നാ പറയുന്നത്. പ്രകാശും ചന്ദ്രയും രജിസ്റ്റർ മാരേജ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഞാൻ അതിനുള്ള സഹായം അവർക്ക് ചെയ്യാനിരുന്നതാ. പക്ഷേ ഇപ്പോ പ്രകാശിനെ കാണാനില്ലെന്ന് അറിഞ്ഞത്. കാണാനില്ലെന്നോ? അതെ, അവരെ റസാക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും അതിനുശേഷം എന്റെ അച്ഛൻ സ്റ്റേഷനിൽ വന്ന് ചന്ദ്രയെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നുമാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ പ്രകാശ് മിസ്സിംഗ് ആണ്. അത് അവന്റെ ഹോസ്റ്റലിൽ തിരക്കിയായിരുന്നോ? അവിടെ എത്തിയിട്ടില്ല.